ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാമേ. സാധാരണയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ചിക്കൻ കറി വയ്ക്കാറ്. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് കേട്ടോ, അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷമേ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചേർക്കാനുള്ളത്. അതും നല്ല രീതിക്ക് മൂത്ത് വരണേ, എങ്കിലേ അതിൻ്റെ ആ മണം അത്രയും ആ സവാളയിലോട്ട് ഇറങ്ങുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് എണ്ണയുടെ കുറവ് വന്നപ്പോഴേക്കും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കറിക്ക് ടേസ്റ്റ് കിടുന്നത്. ഇനി ഒരു തക്കാളിയും കൂടെ ഇടുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞാണ് ഇടുന്നത്. നീളത്തിന് അരിഞ്ഞിടുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ തക്കാളി അടിപൊളിയായിട്ട് വെന്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോഴേക്കും തക്കാളി ഇങ്ങനെ പച്ചയായിട്ട് വന്നിരിക്കും, അതത്ര ഭംഗി കാണില്ല, ടേസ്റ്റും കാണില്ല. ഇനിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വൃത്തിയാക്കി എടുത്ത് ചിക്കനാണ് കേട്ടോ ഇടുന്നത്. ഇനി അതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതായതുകൊണ്ട് അതനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ഇടാനായിട്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴ് തന്നെ നമുക്ക് കറി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴാ കറി മസാലയുടെ ആ ചുവയും ടേസ്റ്റും എല്ലാം ചിക്കൻ വെന്ത് കിട്ടുമ്പോഴേക്കും അതിലിട്ടും കൂടെ ആകും. ഇനി വീണ്ടും അതിന് അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ വേവാറാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കണം. ഇച്ചിരി നിറം മാറുന്നത് കറിക്ക് ടേസ്റ്റും കൂടും കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടിയുടെ നിറം മാറുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അതായത് നല്ല രീതിക്ക് മൂത്ത് വരുന്നതേ കണ്ടില്ലേ, ഇതേപോലെ മൂപ്പിച്ചെടുത്തിട്ട് ആ ചിക്കനിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഇളക്കലിനാണ് കാര്യം, അല്ലെങ്കിൽ മസാല അവിടെ പറ്റി പിടിച്ചിരിക്കും. എല്ലാ ചിക്കനിലും എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ചുവ വരത്തില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ട് നല്ല ചൂടുവെള്ളം ഇട്ട് ഒഴിക്കുന്നത്. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന കറി ഞാൻ കാണിച്ചു തരാം. കണ്ട ചിക്കൻ കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് കണ്ട. നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്.